കാറ്റ് സെറ്റ് ഇട്ടാണ് ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാറ ആരും കയറിയിട്ടില്ലമ്മോ, ഒരാളും കണ്ടു കയറിയിട്ടില്ലെന്നോ. Yes, welcome. Good afternoon, sir. Yes, good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ടെൻസുകളെ കുറിച്ചല്ലേ പറഞ്ഞത്? Simple present tense. സിമ്പിൾ പ്രസന്റ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? അപ്പൊ സിമ്പിൾ പ്രസന്റില് വാക്യങ്ങൾ ഉണ്ടാക്കാനും അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റും, പിന്നെ അതെങ്ങനെ നെഗറ്റീവ് ആക്കും, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? നെക്സ്റ്റ് അടുത്ത ടെൻസ് ആണ് പ്രസന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. യെസ്, എഴുതിയിരുന്നോ? അന്ന് എഴുതിയെങ്കിൽ ഒന്ന് വായിച്ചേ. ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. He drinks tea every evening. എവരി ഈവനിങ്. അതങ്ങനെ നെഗറ്റീവ് ആക്കും. He does not drink tea every evening. വെരി ഗുഡ്. Does he drink tea every evening? യെസ്, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ എഴുതിയത്? The sun rises in the east. The sun does not rise in the east. Does the sun rise in the east? Very good. Next. Children go to school by school bus. എന്തോ? Children. Children go to school by school bus. By school bus. Children do not go to school by school bus. Do children go to school by school bus? പിന്നെ നവീൻ ആൻഡ് നീരവ് ഡ്രോ പിക്ചർ. നവീൻ ആൻഡ് നീരവ് ഡു നോട്ട് ഡ്രോ പിക്ചർ. ഡു നവീൻ ആൻഡ് നീരവ് ഡ്രോ പിക്ചർ. I lives in Palakkad. I does not live in Palakkad. Does I does not എന്ന് പറയരുത്, I do not. നോക്കാം, ഐ എന്നത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും അതിനെ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഐ ഡസ് എന്ന് ഒരിക്കലും പറയരുത്, ഐ ഡോണ്ട് ഓർ ഐ ഡു നോട്ട്. അപ്പൊ lives എന്ന് വേണ്ട, live എന്ന് മതിയാവും. ലിവ് എന്ന് മതി. ഐ ഡു നോട്ട് ലിവ് ഇൻ പാലക്കാട്. അപ്പൊ ഡു ഐ ലിവ് ഇൻ പാലക്കാട്. വേണു ലൈക്സ് ഫുട്ബോൾ. വേണു ഡസ് നോട്ട് ലൈക്ക് ഫുട്ബോൾ. ഡസ് വേണു ലൈക്ക് ഫുട്ബോൾ? വെരി ഗുഡ്. ബ്രദർ വർക്ക്സ് in Dubai. Brother does not work in Dubai. Does brother work in Dubai? Mannarkad bus leaves at 4 o'clock. Mannarkad bus does not leave at 4 o'clock. At the 4 എന്ന് പറയണ്ട, at 4 o'clock. ടൈമിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. At 4 o'clock, at 6 o'clock അങ്ങനെ പറയാവൂ. അങ്ങനെ തന്നെ പറഞ്ഞ. ഞാനൊരു ദാന്ന് കേട്ടതുകൊണ്ടാണ്. At 4 o'clock. Does Mannarkad bus leave at 4 o'clock? They sing a song. They do not sing a song. Do they sing a song? Appu always reads storybook. Appu always does not read storybook. Does Appu always read storybook? Okay. 10 സെന്റൻസ് ആയോ? അപ്പൊ സാർ ഈ ഐ പോലെ പിന്നെ ഇപ്പൊ ഏതാ അങ്ങനെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആയിട്ട് പോയി? അല്ല, അത് ഐ എന്ന സബ്ജക്റ്റിന് മാത്രമേ ഉള്ളൂ ആ പ്രത്യേകത. നമ്മള് സിമ്പിൾ പ്രസന്റൻസ് പറഞ്ഞപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടി. അത് നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം അല്ലേ? സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്ട് വെർബിനെ സിംഗുലർ ആക്കാൻ നമ്മൾ വെർബിനോടൊപ്പം എസ് ഓർ എസ് എന്ന് ചേർക്കണം. ഇത്രയും 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ ഏത് സെന്റൻസ് വേണമെങ്കിലും നമുക്ക് സിമ്പിൾ പ്രസന്റൻസിൽ കൺസ്ട്രക്ട് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഐ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ലേ? ഐക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ഐ കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതിന്റെ കൂടെ എസ് ഓർ എസ് ഒന്നും ചേർക്കാൻ പാടില്ല. ഐക്ക് മാത്രമേ ഉള്ളൂ ആ പ്രത്യേകത. അപ്പോ
നമുക്കൊന്ന് അടുത്ത ടെൻസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് അടുത്ത പ്രസന്റ് ടെൻസുകളിൽ രണ്ടാമത്തേതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? തുടരുക. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവായി തുടരുന്ന. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴൊക്കെ ഉപയോഗിക്കും? അതിനു മുമ്പായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു വാക്യം എഴുതുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ഒരു സ്ട്രക്ചർ, ആ സെന്റൻസിന്റെ ഒരു ഘടന, അതാണ് നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ടത്. പ്രസന്റ് കണ്ടിന്യൂസിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ് പ്ലസ് അതിനുശേഷം ആം ഓർ ഈസ് ഓർ ആർ. സബ്ജക്റ്റിന് ശേഷം ആം എന്നോ ഈസ് എന്നോ ആർ എന്നോ ഉപയോഗിക്കുക. അതെപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാം. ഇപ്പൊ സ്ട്രക്ചർ വെറുതെ എഴുതി വെക്കാം. പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ ING ഫോമേ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാവൂ. നിർബന്ധമാണത്. പ്ലസ് ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ ഓബ്ജക്റ്റും ഉപയോഗിക്കാം. എന്താണ് അതിന്റെ സ്ട്രക്ചർ? സബ്ജക്ട് പ്ലസ് ആം ഈസ് ആർ, ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്ട്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ആം എന്ന് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? സബ്ജക്റ്റ് ഐ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ആം എന്ന് ഉപയോഗിക്കുന്നത്. When the subject is I, am is used. ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. I am എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു അല്ലെങ്കിൽ ഞാനാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഏകവചനമാണെങ്കിൽ, ഇപ്പൊ ഹി, ഷീ, പിന്നെ ആളുകളുടെ പേര് വരുൺ, അങ്ങനെയുള്ള പേരുകളാണെങ്കിൽ സിംഗുലർ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഈസ് എന്ന് ഉപയോഗിക്കുക, ആകുന്നു എന്നർത്ഥം കിട്ടാൻ. നെക്സ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അതായത് സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകളോ വസ്തുക്കളോ ഉണ്ടെങ്കിൽ ആർ എന്ന് ഉപയോഗിക്കാം. അപ്പോ ദേ എന്നൊക്കെയാണ് സബ്ജക്റ്റ്, അല്ലെങ്കിൽ വി ആണ് സബ്ജക്റ്റ് എങ്കിൽ നമുക്ക് ആർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർ എന്ന് ഉപയോഗിക്കുക. പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഞാൻ പറയാം, I am teaching you English. I am teaching. ING ഫോം ഉപയോഗിച്ചിരിക്കണം. പ്ലസ് ഓബ്ജക്റ്റ് ഏതാണ്? ഇംഗ്ലീഷ്. I am teaching you English. അതുപോലെ ഇവിടെ സബ്ജക്റ്റ് ഐ ആയപ്പോ നമ്മൾ ആം എന്നാണ് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് വി ആണെങ്കിലോ വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. വി ആണെങ്കിൽ നിങ്ങൾ ആർ എന്ന് ഉപയോഗിക്കുക. അതുപോലെ സബ്ജക്റ്റ് സിംഗുലർ, അതായത് ഷീ, ഹി, അല്ലെങ്കിൽ ആരെങ്കിലും പേരുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോ ഷീ ഈസ് സ്റ്റഡിയിങ്, ഹി ഈസ് സ്റ്റഡിയിങ്, രഹന ഈസ് വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. ഇവിടെ എല്ലാം സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് വെർബ് ഉപയോഗിച്ച വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ ഈസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെന്റൻസിന്റെ ഘടന അല്ലെങ്കിൽ പാറ്റേൺ, സ്ട്രക്ചർ. അതെവിടെങ്കിലും നോട്ട് ഡൗൺ ചെയ്തു വെക്കാം. റെഡി അല്ലേ? ഇനി അടുത്തതാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. ഒന്ന്, നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഇപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. So present continuous tense is mainly used for an action that is going on or happening at the time of speaking. No. So I am teaching you. ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലേ? I am teaching English grammar now. No. It is raining outside. പുറത്തിപ്പോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. അതാണ്
the first case or circumstance in which present continuous tense is used. എപ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്? തുടർച്ചയായിട്ട് ചെയ്യുന്ന, ഇപ്പോൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് 1, 2, 3 സാഹചര്യങ്ങൾ കൂടിയുണ്ട്. നോക്കാം. സംസാരിക്കുന്ന ആ നിമിഷത്തിൽ നടക്കുന്നത് മാത്രമല്ല, മറിച്ച് ഒരു കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. നോക്കാം. എന്താണ്? ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരു കാലയളവില് തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, സൂര്യ ഈസ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. സൂര്യ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായി ജോലിയാണ്, എപ്പോഴും ജോലി തുറന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഐ ആം റീഡിങ് ദ ബൈബിൾ. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബൈബിൾ ഞാൻ ഇപ്പം ഇരുന്ന് വായിക്കുകയാണെന്നല്ല അതിന്റെ അർത്ഥം. ഞാനിപ്പോ ആ ബൈബിൾ എന്ന ഗ്രന്ഥം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാലയളവിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെ ഒരു കാലയളവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. So second case or second circumstance in which present continuous tense is used, it is used to indicate an action happening currently, but not at the moment of speech. അതാണ് രണ്ടാമത്തെ സാഹചര്യം. നെക്സ്റ്റ്, സിമ്പിൾ പ്രസന്റ് പോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസും നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാനും നമുക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. നടക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോ we are going on a picnic tomorrow. We are going on a picnic tomorrow. ഞങ്ങൾ നാളെ ഒരു ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾ പോണുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതും ഭാവിയിൽ നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസന്റും ഉപയോഗിക്കാം. ഞാനിതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇപ്പോ ഇതിന്റെ ഓരോന്നിന്റെ ഉപയോഗം മനസ്സിലാക്കാം. അപ്പൊ മൂന്നാമത്തെ സാഹചര്യം, to indicate a future action which is planned or arranged earlier. നേരത്തെ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള കാര്യം പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പോ മൈ ഫ്രണ്ട് ഇസ് അറൈവിംഗ് ടുമാറോ. അപ്പൊ ഈ സാഹചര്യത്തില് ടുമാറോ, നെക്സ്റ്റ് വീക്ക് എന്നിങ്ങനെയുള്ള സമയത്തെ കാണിക്കുന്ന ഏതെങ്കിലും ആഡ്വർബ്സും അവയോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ മൂന്നാമത്തെ സാഹചര്യം മനസ്സിലായില്ലേ? നോക്കാം. അപ്പൊ നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസില് സാധാരണയായിട്ട് ചില ടൈം ഇൻഡിക്കേറ്റേഴ്സ്, സമയത്തെ കാണിക്കുന്ന ചില വാക്കുകൾ ഉപയോഗിക്കും. അവ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതാണ്. ഒന്ന് നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അതുപോലെ പ്രസന്റ്ലി, എന്താ കറന്റ്ലി, അറ്റ് ദ മൊമെന്റ്, അല്ലെങ്കിൽ നൗ വേ ഡേയ്സ്, ഇക്കാലയളവിൽ. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം സാധാരണയായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. ഇനി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരാം. ഇംഗ്ലീഷില് സ്റ്റേറ്റീവ് വെർബ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെർബ്സ് എന്ന ഒരു വിഭാഗമുണ്ട്. അതായത്
പ്രധാനപ്പെട്ട സ്റ്റേറ്റീവ് വെർബ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ. ഒന്ന് സീ, കാണുക, ഹിയർ, അതുപോലെ സ്മെൽ, ടേസ്റ്റ്, ഇങ്ങനെയുള്ള വാക്കുകൾ സാധാരണയായിട്ട് ING ഫോമിൽ ഉപയോഗിക്കാറില്ല. അതുപോലെ ലൈക്ക്, ലുക്ക് എന്നിങ്ങനെയുള്ള വാക്കുകൾ ING ഫോമിൽ ഉപയോഗിക്കാറില്ല. ഉണ്ടോ? ഇപ്പൊ ഐ ആം സീയിങ് എ ഫിലിം എന്ന് പറയരുത്, ഐ സീ എ ഫിലിം. അത് കോമൺ എറർ ആണ്. ഐ ആം ഹിയറിംഗ് എ സൗണ്ട് എന്ന് പറയാറില്ല, ഐ ഹിയർ എ സൗണ്ട്. ഐ സ്മെൽ സംതിങ് ബാഡ്, ഐ ആം സ്മെല്ലിംഗ് എന്ന് പറയരുത്. അതുപോലെ ടേസ്റ്റിംഗ് എന്ന് പറയരുത്. അപ്പോ ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വെർബ്സ് ആണ് ഇവിടെ പറഞ്ഞത്. സ്റ്റേറ്റീവ് വെർബ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെർബ്സ് എന്നാണ് അവയെ പറയുന്നത്. അപ്പൊ നോക്കാം, ഞങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ആർ വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ റൈറ്റ് നൗ. ഈ വാക്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ വാക്യം നെഗറ്റീവ് ആക്കണം. ഇവിടെ നെഗറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ആർ എന്ന് പറഞ്ഞ ഓക്സിലിയറി നേരെ അവിടെ നമുക്ക് തന്നിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നോട്ട് എന്ന് ചേർത്താൽ മതി. അപ്പൊ എന്താവും? വി ആർ നോട്ട്. നമ്മള് എഴുത്തു ഭാഷയിൽ വി ആർ നോട്ട് എന്ന് എഴുതാം. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ വി ആറിൻറ്റ് വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ റൈറ്റ് നൗ. ഉണ്ടോ? ഇപ്പൊ സീമ ആൻഡ് സീത ആർ സ്ലീപ്പിംഗ് നൗ. ഈ വാക്യം നമ്മൾ എങ്ങനെ, ആദ്യം പറഞ്ഞ വാക്യം വി ആർ വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ അല്ലെ, അതങ്ങനെ നെഗറ്റീവ് ആക്കും. വി ആർ വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റും? നിങ്ങളിപ്പോ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? Are we working on the computer? വേറൊന്നും ചെയ്യണ്ട. ആർ എന്ന ഓക്സിലിയറി വെർബില്ലേ, അത് സബ്ജക്റ്റിന് മുന്നിൽ എടുത്തു വെക്കുക. ആർ വി വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. ഉണ്ടോ? ഇപ്പൊ അപർണ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ്. നെഗറ്റീവ് ആക്കണം. അപർണ ഈസിന്റെ ലേണിംഗ് ഇംഗ്ലീഷ്. അപർണ ഈസിന്റെ ലേണിംഗ് ഇംഗ്ലീഷ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റും? ഈസ് അപർണ ലേണിംഗ് ഇംഗ്ലീഷ്. ഈസ് അപർണ ലേണിംഗ് ഇംഗ്ലീഷ്. കണ്ടോ? അതുപോലെ ഏത് സെന്റൻസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പോസിറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാം, അതിനെ നെഗറ്റീവ് ആക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഓക്സിലിയറി ആർ ഈസ് ആം, അതെടുത്തിട്ട് നെഗറ്റീവ് ആക്കുമ്പോൾ നോട്ട് എന്ന് ചേർക്കാം. ചോദ്യമാക്കുമ്പോ അത് ക്വസ്റ്റ്യന് ചോദ്യത്തിന് സബ്ജക്റ്റിന് മുന്നിലായിട്ട് എടുത്തു വെക്കുക. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഉപയോഗം അത്രയേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു എക്സാമ്പിൾ പറയാമോ? Can you cite an example in present continuous tense? First of all, you have to remember in your mind the structure of the sentence. Subject plus am is are plus ing form of the verb plus objects. പറയൂ, ഒരു എക്സാമ്പിൾ പറയാം. He is reading book. A book. നമ്മൾ ബുക്ക് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്, ഏകവചനമാണ്. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ എ എന്ന് ചേർത്തിരിക്കണം. മലയാളത്തിൽ അത് വേണമെന്നില്ല. അവൻ പുസ്തകം വായിക്കുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാറ്. ബട്ട് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹി ഈസ് റീഡിങ് ബുക്ക് എന്ന് പറയരുത്, ഹി ഈസ് റീഡിങ് എ ബുക്ക്. ഉണ്ടോ? അപ്പൊ അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? സർ, ഐ ആം ഗോയിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് എങ്ങനെ എഴുതും? ഐ ആം നോട്ട് ഗോയിങ്. ആമിന്റെ കൂടെ നോട്ട് ചേർത്താൽ ഐ ആം നോട്ട് ഗോയിങ്.
he is not going, they are not going. അപ്പൊ ചോദ്യമാകുമ്പോ am I going? Am I going? Is she going? Is she watching a movie? ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്ന. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ക്ലിയർ ആയി എന്ന് തോന്നണം. നെക്സ്റ്റ് അടുത്ത ടെൻസിലേക്ക് കിടക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതി വെക്കണമെന്നായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഇതിന്റെ കൂടെയും പ്രസന്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. അടുത്ത പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ച എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്ന സാഹചര്യം, അതിനു മുമ്പായിട്ട് അതിന്റെ സ്ട്രക്ചർ ആദ്യം എഴുതി വെക്കാം. ആദ്യം മറ്റേത് സെന്റൻസ് പോലെ തന്നെ നമ്മൾ ഈ അതിന്റെ തുടക്കത്തില് നിങ്ങളോട് പറഞ്ഞതാണ്, ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന ആ രീതിയിലായിരിക്കണം. ഇവിടെയും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസില് നിങ്ങൾ ഒരു സെന്റൻസ് നിർമ്മിക്കുമ്പോൾ ആദ്യം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്, ഹാസ് എന്നോ ഹാവ് എന്നോ ഉപയോഗിക്കുക. അപ്പോഴാണ് ഞാൻ പറയാം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, വെർബിന്റെ മൂന്നാമത്തെ രൂപം. വെർബിന്റെ രൂപങ്ങളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെർബിന്റെ ആദ്യത്തെ ഫോം ബേസ് ഫോം, സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസ്, തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എല്ലാ വെർബ്സിനും ഇങ്ങനെ 3 രൂപങ്ങളുണ്ട്. അത് കുറച്ച് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഇതിൽ സെൻഡ് ചെയ്ത് തരാം. ത്രീ ഫോംസ് ഓഫ് വെർബ്സ് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. ഓക്കെ. നോക്കാം. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? സാധാരണ രീതിയിൽ ഒരു പ്രവൃത്തി നടക്കുകയും അതിന്റെ ഫലം പറയുന്ന സമയത്ത് നിലകൊള്ളുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു, പക്ഷെ ആ പ്രവൃത്തിയുടെ ഫലം ഇപ്പോഴും നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ പ്രവൃത്തികൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനാണ് പറയേണ്ടത്. ഇപ്പൊ ഞാനൊരു ഡസ്റ്റർ എടുത്തിട്ട് ബ്ലാക്ക് ബോർഡ് മാച്ചു. അപ്പൊ ബ്ലാക്ക് ബോർഡ് ക്ലീൻ ആണ്. അപ്പൊ നമുക്ക് പറയാം ഐ ഹാവ് ക്ലീൻ ബ്ലാക്ക് ബോർഡ്. ഐ ഹാവ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. ഞാൻ ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ബ്ലാക്ക് ബോർഡിൽ നോക്കിയാൽ കാണാം ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. To denote a recently completed action. അതായത് സമീപകാലത്ത് നടന്നിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ച് പറയാൻ. സമീപകാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരാള് നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് മുമ്പ് അങ്ങോട്ട് പോയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് പറയാം he has just gone, അല്ലെങ്കിൽ they have just come. അവരിത് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതുപോലെ to express an action which has happened in the immediate past. സമീപ ഭൂതകാലത്ത് നടന്നിട്ടുള്ള വാക്യങ്ങൾ പറയാൻ നമുക്ക് ഈ സാഹചര്യത്തിൽ അതിനോടൊപ്പം ജസ്റ്റ്, ഓൾറെഡി എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. ജസ്റ്റ് എന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാസ് ഓർ ഹാവ് എന്ന് ഉപയോഗിക്കുക. അതിനുശേഷം ജസ്റ്റ് ഓൾറെഡി എന്ന് ഉപയോഗിക്കണം.
മെയിൻ വെർബ് അതിന് ശേഷം ഉപയോഗിക്കാവൂ. നോക്കാം. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഗോൺ ഉണ്ടോ? അപ്പൊ ഹാസിനും ഗോൺ എന്ന വെർബിനും ഇടയിലായിരിക്കണം ജസ്റ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓൾറെഡിയും അതുപോലെ തന്നെയാണ്. ഓക്കെ, എപ്പൊ നോക്കാം. ഇനി ഹാസ് എപ്പോ ഉപയോഗിക്കും, ഹാവ് എന്ന് എപ്പോ ഉപയോഗിക്കും എന്ന് പറഞ്ഞില്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ, ഒരാളെ ഉള്ളൂ എങ്കിൽ ഹാസ് എന്ന് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ, മോർ ദാൻ വൺ പേഴ്സൺ ഓർ വൺ തിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാവ് എന്ന് ഉപയോഗിക്കുക. അപ്പോ ഷീ ഹാസ് എന്നേ പറയാവൂ, കാരണം ഷീ സിംഗുലർ ആണ്. ഐയും ഇതുപോലെ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ ഐ കഴിഞ്ഞാൽ ഐ സിംഗുലർ ആണെങ്കിലും ഐ ഹാസ് എന്ന് പറയരുത്, ഐ ഹാവ്. ഐ നമ്മൾ നോക്കുമ്പോ ഒരാളുള്ളൂ യഥാർത്ഥത്തില്, പക്ഷെ ഇംഗ്ലീഷുകാർ അതിനെ പ്ലൂറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് ഐ ഹാവ് എന്ന് ഉപയോഗിക്കുന്നത് പറയുന്നത്. ഐ ഹാവ്, ഷീ ഹാസ്, ഹി ഹാസ്, റിജോ ഹാസ്. എന്താ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്ന് ഉപയോഗിക്കുക. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലോ, ബഹുവചനമാണെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കുക. സബ്ജക്ട് ദേ എന്നാണെങ്കിൽ ദേ ഹാവ് എന്നാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സബ്ജക്ട് വി എന്നാണെങ്കിൽ വി ഹാവ്. അപ്പൊ അത് മനസ്സിലായില്ലേ? ഷീ ഇപ്പൊ നോക്കാം. ഷീ ഹാസ് ഗോൺ ഔട്ട്. അവൾ ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ. ആ വാക്യം നെഗറ്റീവ് ആക്കണം. വേറൊന്നും ചെയ്യേണ്ടതില്ല, എളുപ്പമാണ്. ഹാസിന്റെ കൂടെ നോട്ട് ചേർക്കുക. ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാസിൻ. ഷീ ഹാസിന്റ് ഗോൺ ഔട്ട്. ദേ ഹാവിന്റ് കം യെറ്റ്. ഷീ അല്ല, അതുപോലെ ഒരു വ്യക്തിയുടെ പേരാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ അപർണ ഹാസിന്റ് ഡൺ ഹെർ ഹോംവർക്ക്, അപർണ ഹാസ് ഡൺ ഹെർ ഹോംവർക്ക്. സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ ഹാസ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ അത് നെഗറ്റീവ് ആക്കാൻ നോട്ട് എന്ന് ചേർക്കുക ഹാസിനോടൊപ്പം. അത് ക്വസ്റ്റ്യൻ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹാസ് എന്നുള്ളത് സബ്ജക്റ്റിന്റെ മുമ്പിൽ എടുത്തു വെക്കുക. അപ്പൊ നോക്കിയേ, അപർണ ഹാസ് ഡൺ ഹെർ ഹോംവർക്ക്. അപർണ ഹാസ് നോട്ട് ഡൺ ഹെർ ഹോംവർക്ക്. Has Abarna done her homework? Has Abarna done her homework? ഉണ്ടോ? അങ്ങനെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഉപയോഗമാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരു ഉപയോഗം കൂടി പറയട്ടെ. ഭൂതകാലത്ത് പ്രത്യേകം സമയം തന്നിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടോ? ഒരു സംഭവം നടന്നതിന് ഒരു പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പൊ ഐ ഹാവ് സീൻ ഹർ. ഐ ഹാവ് സീൻ ഹർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്നൊന്നും അറിയാൻ പാടില്ല. കുറെ നാൾ മുമ്പായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ ആയിരിക്കാം. ടൈം ഇസ് നോട്ട്, എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം ഇസ് നോട്ട് ഗിവൺ ഹിയർ. ദേ ഹാവ് ഗോൺ, അവർ പോയി കഴിഞ്ഞു. എപ്പോഴാണ് പോയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഐ ഹാവ് പെയ്ഡ് ദ ഫീസ്, ഞാൻ ഫീസ് കൊടുത്തു കഴിഞ്ഞു. ഇതുപോലെ ഭൂതകാല വാക്യങ്ങളില് പ്രത്യേകം സമയം തന്നിട്ടില്ലാത്ത സന്ദർഭങ്ങളില് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോഴേ ഏത് സാഹചര്യത്തിൽ ഉപയോഗിച്ചാലും സെന്റൻസിന്റെ സ്ട്രക്ചർ ഒരുപോലെയാണ്, ഘടന ഒരുപോലെയാണ്. സബ്ജക്ട് കഴിഞ്ഞാൽ has or have plus past participle form, that is V3 of the form plus object. നോക്കാം. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു മനസ്സിലായില്ലേ? അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനോടൊപ്പം ചില വാക്കുകൾ പ്രത്യേകം ഉപയോഗിക്കാറുണ്ട്.
ആ ടൈം ഇൻഡിക്കേറ്റേഴ്സ്, സമയത്തെ സൂചിപ്പിക്കുന്ന സൂചകങ്ങൾ എന്നാണ് ഈ പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എവർ, EVER, എവർ, നെവർ, NEVER, അതുപോലെ യെറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും, ഓൾറെഡി, അത് കേട്ടില്ല. യെറ്റ്, YET, യെറ്റ്, അതുപോലെ ഓൾറെഡി, ALREADY, ഓൾറെഡി. ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം എന്നാണ് അതിന്റെ അർത്ഥം. റീസെന്റ്ലി, റീസെന്റ്ലി എന്ന് പറഞ്ഞാൽ അടുത്തയിടെ. സോഫാർ, സോഫാർ എന്ന് പറഞ്ഞാൽ ഇനിയും. സോഫാറും അതുപോലെ ഏറ്റവും ഏകദേശം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്. എന്റെ ഉപയോഗം പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തത് പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റും. ഇനി പ്രസന്റിൽ തന്നെ അവസാനത്തെ ഒരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ടെൻസുകളുടെ പേരും സ്ട്രക്ചറും മനസ്സിലാക്കി വെക്കാം, എപ്പോ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. ഏത് വാക്യം വേണമെങ്കിലും സാഹചര്യം അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിന് എക്സർസൈസ് ചെയ്യണം. അതുപോലെ ഈ കണ്ടിന്യൂസ് ടെൻസിലെ വാക്യങ്ങൾ നിങ്ങൾ അതുപോലെ 10 സെന്റൻസ് ഉണ്ടാക്കാം. 10 സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അതാണല്ലോ നമ്മൾ കോൺവെർസേഷൻ ആണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഇവിടെ പ്രസന്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട്, കണ്ടിന്യൂസ്. അപ്പോ ഇവയുടെ മൂന്നിന്റെയും ഫലം ഉളവാക്കുന്ന വാക്യങ്ങളാണ്. അതെന്താണെന്ന് പറഞ്ഞതിന് ശേഷം പറയുമ്പോഴേ വ്യക്തമാവുള്ളൂ. നോക്കാം. അപ്പൊ അതിനു മുമ്പായി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ അഥവാ ഘടനയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത്. ആ ഘടന ഇതാണ്, എഴുതി വെക്കാം. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഹാസ് എന്നോ ഹാവ് എന്നോ. ഹാസ് ഉപയോഗിക്കുന്നത് when the subject is singular, when the subject is plural, have is used. Plus, അപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, BEEN, ബീൻ പ്ലസ് ING ഫോം. എന്താണ് സ്ട്രക്ചർ? മാറിപ്പോരുത്. സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ. ഹാസ് ബീൻ നോ, ഹാവ് ബീൻ നോ നമുക്ക് ഉപയോഗിക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കാം, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കാം. അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, പിന്നെ ING ഫോം ഓഫ് ഓബ്ജക്ട് ആവശ്യമാണെങ്കിൽ അതും എഴുതും. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. നോക്കൂ, ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതായത് ഭൂതകാലത്ത് ആരംഭിക്കുകയും, അതായത് കഴിഞ്ഞു പോയ ഒരു കാലത്ത് ആരംഭിക്കുകയും ഇപ്പോ വർത്തമാനകാലത്ത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെൻസിൽ എപ്പോഴും സിൻസ് അഥവാ ഫോർ എന്നീ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഫോർ, FOR അപ്പൊ ഉപയോഗിക്കുന്നത് ഞാൻ പറയാം നിങ്ങളോട്. അപ്പൊ നോക്കാം. അപർണ 10 വർഷമായി പാലക്കാട് താമസിച്ചു വരികയാണ്. ഈ വാക്യം ശ്രദ്ധിക്കട്ടെ. അപർണ കഴിഞ്ഞ 10 വർഷമായി
പാലക്കാട് താമസിച്ചു വരികയാണ്. എന്റെ അർത്ഥം ശ്രദ്ധിക്കാം. അതായത് 10 വർഷം മുമ്പ് അപർണ അവിടെ താമസം തുടങ്ങി, ഭൂതകാലത്ത് ആ പ്രവൃത്തി തുടങ്ങി, ഇപ്പോഴും അപർണ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ വാക്യം നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? അപർണ പാലക്കാട്. എത്ര വർഷമായി? 10 വർഷം. അപ്പോ 10 വർഷം എന്ന ഒരു കാലയളവാണ്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അങ്ങനെ പീരീഡ് ഓഫ് ടൈമിന് മുന്നിൽ ഫോർ എന്ന് ഉപയോഗിക്കാം. അപ്പൊ അപർണ ഹാസ് ബീൻ ലിവിംഗ് ഇൻ പാലക്കാട് ഫോർ, കഴിഞ്ഞ 10 വർഷം എന്ന് പറയുകയാണെങ്കിൽ ഫോർ ദ ലാസ്റ്റ് 10 years. ഉണ്ടോ? ഇപ്പൊ എന്റെ ആൻസർ മനസ്സിലായത് എങ്ങനെ ബാക്കി ഉണ്ടാക്കുന്നു മനസ്സിലായില്ലേ? ഓക്കെ. 5 വർഷമായി എന്റെ സഹോദരി എന്റെ വീട്ടിൽ താമസിച്ചു വരികയാണ്. നമ്മളെങ്ങനെ പറയും? My sister has been താമസിക്കാനെന്നല്ലേ? താമസിക്കാനെ സ്റ്റേ ചെയ്യാന്ന് പറയാം. സ്റ്റേയിങ്. My sister has been staying in my house for 5 years. 5 years. അത് വേഗത്തിൽ പറയാനാണ് നമ്മുടെ ഈ ഭാഷാ പഠനം എന്ന് പറയുന്നത്. My sister has been staying in my house for 5 years. ഇപ്പൊ ഫോർ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് മനസ്സിലായില്ലേ? നോക്കാം. ഞാൻ മറ്റൊരു വാക്യം പറയണം. 2020 മുതൽ അവർ ബാംഗ്ലൂരിൽ താമസിച്ചു വരികയാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്തു വരികയാണ്. ഇപ്പോഴും 2020 അവർ അവിടെ താമസം ആരംഭിച്ചു, ഇപ്പോഴും താമസം തുടർന്നുകൊണ്ടിരിക്കുക. ഈ വാക്യം നമുക്ക് എങ്ങനെ പറയാം? They have been staying in Bangalore. 2020 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്, പീരീഡ് ഓഫ് ടൈം അല്ലാതെ കൃത്യമായ വർഷം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് മുമ്പിൽ നിങ്ങൾ സിൻസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോ they have been staying in Bangalore since 2020. അപർണ പാലക്കാട് ഏത് വർഷം മുതലാണ് താമസിക്കുന്നത്? പറഞ്ഞു നോക്കി. അപർണ has been staying in Palakkad since 2000. അല്ലേ? അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അത്ര ഉള്ളൂ. സിൻസ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിന്, ഫോർ എന്ന് ഉപയോഗിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിന് മുന്നിലാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങി, ഇപ്പോഴും ഞാനത് എഴുത്ത് പൂർത്തീകരിച്ചിട്ടില്ല. നമ്മളെങ്ങനെ പറയും? I have been writing a poem. രാവിലെ, ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പൊ നമ്മൾ സിൻസ് എന്നാണ് ഉപയോഗിക്കുന്നത്. സിൻസ് ദിസ് മോർണിംഗ് I have been writing a poem since this morning. എന്നാൽ ഞാൻ 2 മണിക്കൂറായി ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറായി ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ എന്ന് പറഞ്ഞൊരു പീരീഡ് ഓഫ് ടൈം അല്ലേ, ഒരു കാലയളവാണ്. പറയും they have been, I have been writing a poem for 2 hours. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇത് നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാനും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. I have been writing a poem since morning, this morning. അതിനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ
ഹാവിന്റെ കൂടെ നോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് നോട്ട് ബീൻ റൈറ്റിംഗ്. അങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും, ഹാവ് ഐ ബീൻ റൈറ്റിംഗ്? ഹാവ് ഐ ബീൻ റൈറ്റിംഗ് എ പോയം സിൻസ് ദിസ് മോർണിംഗ്? അപ്പൊ നോക്കാം, ഇന്നലെ വൈകിട്ട് മുതൽ അവൾ, ഇന്നലെ രാവിലെ മുതൽ അവൾ ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? She has been writing a poem since in the morning. Since കഴിഞ്ഞ രാവിലെ മുതൽ അല്ലേ, കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ. സിൻസ് ലാസ്റ്റ് മോർണിംഗ് എന്നേ പറയാവൂ. യെസ്റ്റർഡേ മോർണിംഗ് എന്ന് പറയരുത്. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ രാവിലെ എന്ന് പറയാൻ ലാസ്റ്റ് മോർണിംഗ്. ഇന്ന് രാവിലെ എന്ന് പറയാൻ ദിസ് മോർണിംഗ്. നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മോർണിംഗ്. ഉണ്ടോ? അപ്പൊ ഇന്നലെ രാത്രി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയണത് ലാസ്റ്റ് നൈറ്റ്. യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയരുത്. ഇന്ന് രാത്രി എന്ന് പറയാൻ ടു നൈറ്റ്. ടുഡേ നൈറ്റ് എന്ന് പറയരുത്, ടു നൈറ്റ്, ഇന്ന് രാത്രി. ഉണ്ടോ? ആ ഒരു പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യെസ്റ്റർഡേ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മലയാള പ്രയോഗമായിട്ട് മാറും. അത് ഇംഗ്ലീഷിൽ തെറ്റാണ്. ഓക്കെ, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതിന്റെ ഉപയോഗങ്ങളാണ് പറഞ്ഞത്. അത് മനസ്സിലായില്ലേ? ഇതിലും നിങ്ങള് 10 വാക്യങ്ങൾ ഉണ്ടാക്കണം. അതിനെ നെഗറ്റീവ് ആക്കണം, ക്വസ്റ്റ്യൻ ആക്കണം എന്ന് പറയാനില്ല. കാരണം അത് നമുക്കറിയാവുന്നതാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഉപയോഗം കൂടി പഠിച്ചു വെക്കണം കേട്ടോ. പറഞ്ഞോ. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് മുഴുവൻ ഇപ്പൊ കഴിഞ്ഞ് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം എഴുതി വെക്കണോട്ടോ. നമ്മള് അത് എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ടെൻസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് എത്ര പഠിച്ചാലും മറന്നു എന്നൊരു സംഭവം. പറയുമ്പോ നമുക്ക് മനസ്സിലാവും, ബട്ട് അത് അടുത്ത ദിവസം നിങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ ചിലപ്പോ പല കൺഫ്യൂഷനോട് വരും. അതുകൊണ്ടാണ് അത് വെൽ സ്റ്റഡീഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ടെൻസുകൾ അറിയാന്നുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് ഗ്രാമറിലെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെയോ ഏത് ഭാഗം നമുക്ക് പിന്നീട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതാണ് ഈ ടെൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമുക്ക് ആദ്യം ഞാൻ ടെൻസ് പറഞ്ഞത്. നെക്സ്റ്റ് അടുത്ത ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇതും സിമ്പിൾ പ്രസന്റ് പോലെ തന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ളതാണ്. മറ്റു ടെൻസുകൾ പോലെയല്ല. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് അല്ലെ. സിമ്പിൾ പാസ്റ്റ് ടെൻസില് ഒരു വാക്യം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം സബ്ജക്ട്, അടുത്തതായിട്ട് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ പാസ്റ്റ് ടെൻസേ ഉപയോഗിക്കാവൂ. അപ്പോ നിങ്ങൾക്ക് മിക്കവാറും വാക്കുകളിലേക്ക് പാസ്റ്റ് ടെൻസ് എന്താണെന്ന് അറിയണം. ഞാൻ ലിസ്റ്റ് തരാം. പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ് വേണമെങ്കിൽ ഓബ്ജക്റ്റ് ഉള്ള വാക്യമാണെങ്കിൽ ഓബ്ജക്റ്റ് ചേർക്കാം. ഇതിന്റെ സ്ട്രക്ചർ ഇതാണ്: സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഫോം പ്ലസ് ഓബ്ജക്റ്റ്. ഇനി ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഭൂതകാലത്ത്, അതായത് കഴിഞ്ഞു പോയ കാലത്ത് പൂർത്തീകരിച്ച, പൂർണ്ണമായും നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്.
to express an action completed in the past. The time of the action is indicated by a word or a clause. ഇപ്പോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ സമയം കാണിക്കുന്ന പദങ്ങൾ കൂടി അതിന്റെ കൂടെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് യെസ്റ്റർഡേ, ഇന്നലെ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ago, a few minutes ago, recently. ഇങ്ങനെയുള്ള വാക്കുകൾ സാധാരണ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനാണ് ഉപയോഗിക്കുക. ഇപ്പൊ പറയാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇവിടെ കൃത്യസമയം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പറയാം, ഇന്ത്യ ഗോട്ട്, ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. വർഷങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഇപ്പൊ അപർണ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ കാർ വാങ്ങി. നമ്മൾ അങ്ങനെ പറയും, അപർണ ഒരു വെർബ് ഉപയോഗിക്കണം. വാങ്ങുക എന്നുള്ളതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്നത് ബൈ എന്ന വേർഡാണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്, BOUGHT. നമ്മൾ എങ്ങനെ എഴുതും? അപർണ ബോട്ട് എ ന്യൂ കാർ ഇൻ ലാസ്റ്റ് വീക്ക്. ഇൻ പറയണ്ട, ലാസ്റ്റ് വീക്ക്. ഉണ്ടോ? ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് എന്നിവയോടൊപ്പം ഇൻ ചേർക്കാൻ പാടില്ല. അപർണ ബോട്ട് എ ന്യൂ കാർ ലാസ്റ്റ് വീക്ക്. ഉണ്ടോ? അപ്പോ അപർണ എന്താ പഠിച്ചത്? ഞാൻ +2 കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് കോഴ്സ്. അപ്പോ +2 അപ്പൊ ഏത് വർഷമായിരുന്നു? 2010. അപ്പോ അപർണ 2010 +2 കംപ്ലീറ്റ് ചെയ്തു. 2010 നടന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെ ഈ വാക്യം പറയും? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. എങ്ങനെ പറയും? അപർണ completed her +2 in 2010. No, അപർണ completed her +2 in 2010. അപ്പൊ ഏത് വാക്യം വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. ഭൂതകാലത്ത് ഒരു നിശ്ചിത സമയത്ത് നടന്നു കഴിഞ്ഞ പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു വാക്യം നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പൊ അപർണ കംപ്ലീറ്റഡ് ഹെർ +2 എന്ന വാക്യം മാത്രം എടുക്കുക. അത് നമ്മൾ നെഗറ്റീവ് ആക്കാൻ അതിലെ വെർബ് ഏതാണെന്ന് നോക്കാം. കംപ്ലീറ്റഡ്, പൂർത്തീകരിച്ചു, പാസ്റ്റ് ടെൻസ് ആണ്. അതില് ഡിഡ് എന്ന ഓക്സിലിയറി വെർബാണ് ഒളിഞ്ഞിരിക്കുന്നത്. അത് പുറത്തേക്ക് എടുക്കണം. നമ്മൾ എഴുതുന്നത് അപർണ ഡിഡ് എടുക്കുക, ഡിഡിനോടൊപ്പം നോട്ട് എന്ന് ചേർക്കാം. ഡിഡിൻറ്റ്. അപർണ ഡിഡിൻറ്റ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വെർബിന്റെ ആദ്യത്തെ ഫോം ഉപയോഗിക്കാവുള്ളൂ. അപർണ ഡിഡിൻറ്റ് കംപ്ലീറ്റ് ഹെർ +2 in 2010. ചോദ്യമാക്കാനും എളുപ്പമാണ്. ആ ഡിഡ് എന്നുള്ളത് അപർണ എന്ന സബ്ജക്റ്റിന് മുമ്പിൽ വെക്കാം. അപ്പൊ എന്താവും? ഡിഡ് അപർണ കംപ്ലീറ്റ്. ഡിഡ് എന്ന് നിങ്ങൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് എന്ന ആദ്യത്തെ ഫോം ഉപയോഗിക്കാവൂ. അപർണ ഡിഡ് അപർണ കംപ്ലീറ്റ് ഹെർ +2 in 2010. അപർണ 2010 +2 കംപ്ലീറ്റ് ചെയ്തു.
ഇഷ്ടമുള്ള ഒരു സെന്റൻസ് പറയാം, അത് നെഗറ്റീവ് ആക്കണം, പോസിറ്റീവ് അതിനെ ക്വസ്റ്റ്യൻ ആക്കണം. ഇഷ്ടമുള്ള ഏതെങ്കിലും എക്സാമ്പിൾ പറയാം. She went out. She went out. അല്ലെങ്കിൽ she went to മണ്ണാർക്കാട്. അടുത്ത നാടാണല്ലോ. അപ്പൊ പറയാം she went to മണ്ണാർക്കാട് last week. She went to മണ്ണാർക്കാട് last week. അത് നെഗറ്റീവ് ആക്കണം. She didn't go to മണ്ണാർക്കാട് last week. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും? Did she go to മണ്ണാർക്കാട് last week? Yes, did she go to മണ്ണാർക്കാട് last week? അപ്പോ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു വാക്യം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അതെങ്ങനെ നെഗറ്റീവ് ആക്കാം. ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഏത് വെർബിന്റെയും പാസ്റ്റ് ടെൻസ് ഡിഡ് എന്നായിരിക്കും. അത് പുറത്തേക്ക് എടുക്കണം. അതിനോടൊപ്പം നോട്ട് എന്ന്. ഇത്രേ ഉള്ളൂ സംഭവം. അതിലും നിങ്ങൾ സെന്റൻസുകൾ എഴുതണം. അപ്പൊ അതിന്റെ ഒരു സാഹചര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റൊന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സർക്കംസ്റ്റൻസിലെ സാഹചര്യം ഇതാണ്. ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. നമുക്ക് ഭൂതകാലത്തുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ ശീലങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ ഞാൻ പറയാണ്, കാവ്യ എല്ലാ ദിവസവും മണിക്കൂറുകളോളം ധാരാളം സമയം പഠിക്കാറുണ്ടായിരുന്നു. അത് അവളുടെ ഒരു ശീലമായിരുന്നു, നേരത്തെ ഉള്ള ഒരു ശീലം. പക്ഷെ ഇപ്പൊ ആ ശീലമില്ല. ഈ വാക്യം നമുക്ക് എങ്ങനെ പറയാം? കാവ്യ റീഡല്ല, പഠിച്ചു, സ്റ്റഡീഡ്. കാവ്യ സ്റ്റഡീഡ് മണിക്കൂറുകൾ, മെനി അവേഴ്സ് every day. കാവ്യ studied many hours every day. അതുപോലെ അവൻ കുട്ടിയായിരുന്നപ്പോൾ എപ്പോഴും പാൽ കുടിക്കുമായിരുന്നു. അതൊക്കെ നല്ല വാക്യങ്ങളാണ്. പാസ്റ്റ് ടെൻസിൽ പറയാം. ഇങ്ങനെ പറയും, he always, എല്ലായ്പ്പോഴും, drank. He always drank milk. എപ്പോൾ, അപ്പോൾ എന്നർത്ഥം കിട്ടാൻ നമ്മൾ when എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. He was a child. When he always drank milk when he was a child. മനസ്സിലായോ? ഞാൻ പുറത്തു പോകുമ്പോൾ എപ്പോഴും ഒരു കുട കൂടെ എടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് ആ ശീലമില്ല, പണ്ടുണ്ടായിരുന്ന ശീലമാണ്. വാക്യം നമ്മൾ എങ്ങനെ പറയും? ഐ always took, take ന്റെ past tense ഉപയോഗിക്കണം. I always took an umbrella when I went out. When I went out. അത് മനസ്സിലായല്ലോ? ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നതിന്റെ അതിന്റെ ഉപയോഗം ഇതാണ്. അപ്പൊ ഇന്നിപ്പോ 4 ടെൻസ് ആയിട്ട് നമ്മുടെ ഇതിനെ നെഗറ്റീവ് ആകണം, ക്വസ്റ്റ്യൻ ആകണം, എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടാകണം, അത് നെഗറ്റീവ് ആകണം, അത് കൂടിയാക്കി മാറ്റണം. കാരണം അത് ടഫാണ്. അതുകൊണ്ടാണ്. ടഫൊന്നും അല്ല, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ഡിറ്റ് എന്നാണ്. അതിനെ നോട്ട് ചേർക്കാൻ ഡിറ്റ് നോട്ട്, ക്വസ്റ്റ്യൻ ആക്കാൻ ഡിറ്റ് സബ്ജക്ട് ഉപയോഗിക്കാം. ഇത്രയുള്ള സംഭവം. അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.
രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും എന്ത് സംഭവിച്ചു? ഈ സമയത്ത് അദ്ദേഹത്തിനുള്ള ഈ രാഷ്ട്രീയ സമൂഹത്തെ അടച്ചു ചൂഷണം ചെയ്യുന്ന അധികാരത്തിലുള്ള എന്ന് പ്രധാനമായിരുന്നു സാമ്പത്തിക ചർച്ച ചെയ്തു. യുദ്ധത്തിൽ വിജയിച്ചെന്നുള്ള അധികാര മനോഭാവവും ലക്ഷ്യബോധമില്ലായ്മയും തുടങ്ങിയ ഘടകങ്ങൾ